നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള ഒരു കുടുംബം തന്നെയാണ് ബഷീറിൻ്റേത്. യൂട്യൂബ് ചാനലുകളുടെ അതിപ്രസരം വരും മുമ്പ് തന്നെ യൂട്യൂബ് ചാനൽ ആരംഭിച്ച് വ്ളോഗിംഗ് തുടങ്ങിയവർ. തങ്ങളുടെ നിത്യജീവിതത്തിലെ എല്ലാ വിശേഷങ്ങളും പങ്കുവയ്ക്കാറുള്ള ഇവർ ഇപ്പോഴിതാ കുടുംബത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗവും ബഷീറിൻ്റെ രണ്ടാം ഭാര്യ മഷൂറയുടെ മകനുമായ എബ്രാനുണ്ടായ ദുരനുഭവം പങ്കുവച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. ബന്ധുവീട്ടിൽ വെച്ച് മകൻ്റെ 4 പവൻ സ്വർണം മോഷണം പോയെന്നും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ മോഷണമാണെന്നും മഷൂറയും സുഹാനയും പറയുന്നു. നിങ്ങളോട് ഒരു കാര്യം പറയാൻ വിട്ടുപോയതല്ല, ആ ഒരു വിഷമത്തിൻ്റെയും ടെൻഷൻ്റെ ഇടയിൽ വ്ളോഗ് ചെയ്തില്ലായിരുന്നു. ഇന്നാണ് ഞാൻ കുറച്ച് ഓക്കെ ആയത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് നടന്നത്. വലിയൊരു ട്രാജഡിയായിരുന്നു. എബ്രുവിൻ്റെ കൈകളിൽ നല്ല തൂക്കത്തിലുള്ള ഒരു വളയും ബ്രേസ്ലെറ്റും ഉണ്ടായിരുന്നു. ഞാനത് അഴിച്ചു വെക്കാറില്ലായിരുന്നു, എപ്പോഴും കയ്യിൽ കാണും. അടുത്തിടെ ബന്ധുവിൻ്റെ വിവാഹമുണ്ടായിരുന്നു എന്നും പറഞ്ഞിരുന്നുവല്ലോ. ഗ്രൂം ടു ബി ചടങ്ങ് അവരുടെ വീട്ടിലായിരുന്നു. എബ്രു ഉറങ്ങിയിരുന്നതിനാൽ ആ വീട്ടിലെ ഒരു മുറിയിൽ അവനെ കിടത്തി ഞാൻ ഫംഗ്ഷനിൽ പങ്കെടുത്തു. അവനെ കിടത്തിയ ആ മുറിയിൽ കുറച്ച് സ്ത്രീകളുണ്ടായിരുന്നു. അവരോടൊക്കെ ഞാൻ സംസാരിക്കുകയും ചെയ്തതാണ്. ഫംഗ്ഷൻ കഴിഞ്ഞ ശേഷം അവനെയും എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് തിരികെ വന്നു. അവനന്ന് ഫുൾ സ്ലീവ് ഡ്രസ്സാണ് ഇട്ടത്. ഞാൻ അവൻ്റെ വസ്ത്രം ഊരിയപ്പോൾ ഒരു കയ്യിൽ വള കാണാനില്ല. ടീഷർട്ട് ഊരിയപ്പോൾ ഒപ്പം വന്ന് കാണുമെന്ന് ഞാൻ കരുതിയത്. ഉടനെ ഞാൻ വസ്ത്രം കുടഞ്ഞു നോക്കി, പക്ഷെ വള കണ്ടില്ല. മറ്റേ കൈ ഉടനെ സോനു പരിശോധിച്ചപ്പോൾ ബ്രേസ്ലെറ്റും കാണാനില്ല. അപ്പോഴാണ് സ്വർണം മോഷണം പോയെന്ന് മനസ്സിലായത്. ഉറങ്ങുന്ന കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചതാണ്. അത്രയും നാണം കെട്ടവരല്ലാതെ ആരും അത് ചെയ്തില്ല. ഞങ്ങൾക്ക് ചിലരെ സംശയമുണ്ട്. അതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുമുണ്ട്. ഞങ്ങളുടെ ആരുടെയെങ്കിലും സ്വർണ്ണമായിരുന്നുവെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഇത് ഉറങ്ങിക്കിടന്ന പൈതലിൻ്റെ കയ്യിൽ നിന്നാണ് മോഷ്ടിച്ചത്. ഇതുവരെ ഞങ്ങൾ ആരെയും പ്രാഗിയിട്ടില്ല. ഈ സംഭവത്തിനു ശേഷം പ്രാഗി. ഇങ്ങോട്ട് ബുദ്ധിമുട്ടിക്കുന്നവരെ പോലും ഞങ്ങൾ ബുദ്ധിമുട്ടിക്കാറില്ലാത്തവരാണ്. അവൻ്റെ കാലിയായ കൈ കണ്ടിട്ട് തന്നെ ഒരുപാട് നേരം ഞാൻ കരഞ്ഞുവെന്നും മഷൂറ പറഞ്ഞു. കുഞ്ഞിനെ മഷൂറ എവിടെയും കിടത്തുകയോ ഒറ്റയ്ക്കാക്കി പോവുകയോ ചെയ്യാറില്ല. ഓവർ പ്രൊട്ടക്റ്റീവായിട്ടുള്ള അമ്മയാണ്. കിട്ടാതെ കിട്ടിയ കുഞ്ഞാണ്. ഞങ്ങൾ പറഞ്ഞാണ് കുഞ്ഞിനെ കുറച്ചെങ്കിലും മഷൂറ താഴെ വെച്ച് തുടങ്ങിയത്. കുറച്ചു കാലമേ ആയിട്ടുള്ളൂ ബന്ധുവീടുകളിൽ പോയാൽ കുഞ്ഞിനെ മഷൂർ റൂമിൽ കിടത്താൻ തുടങ്ങിയിട്ട്. ഇതുവരെ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. വെൽ പ്ലാൻഡായ നടന്ന ഒരു മോഷണമാണ്. ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയ്ക്ക് വാങ്ങിയതാണ്. അത് എടുത്തവർക്ക് അതിനുള്ളത് തിരിച്ചു കിട്ടാതിരിക്കില്ലെന്നും സുഹാനയും പറഞ്ഞു. മകൻ്റെ കൈകൾ ശൂന്യമായി കിടക്കുന്നത് കാണാൻ കഴിയാതെ ബഷീർ പുതിയൊരു ബ്രേസ്ലെറ്റും വളയും കുഞ്ഞിനായി വാങ്ങി. കുഞ്ഞ് പിറന്നപ്പോൾ മുതൽ കൈകളിലും കാലുകളിലുമെല്ലാം സ്വർണം അണിയിപ്പിച്ചതാണെന്നും അത് പിന്നീട് ഇതുവരെയും ഊരിയിട്ടില്ലായിരുന്നുവെന്നാണ് ബഷീർ പറഞ്ഞത്. നിയമപരമായി വേണ്ട കാര്യങ്ങൾ മോഷ്ടാവിനെ കണ്ടെത്താൻ ബഷീറും കുടുംബവും ചെയ്തിട്ടുണ്ട്. എബ്രാനെ കൂടാതെ ആദ്യ ഭാര്യയിൽ സുനൈന, മുഹമ്മദ് സൈഗം എന്നിങ്ങനെ 2 മക്കൾ കൂടിയുണ്ട് ബഷീറിന്.